നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ്. അതിർത്തിയിൽ തുടർച്ചയായ വെടിവെയ്പ്പുകൾ നടക്കുന്നു, സംഘർഷം നടക്കുന്നു, ഷെല്ലാക്രമണം നടക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ ടി.വിയിൽ കാണുന്നുണ്ടാവും. പാകിസ്ഥാൻ ഇന്ത്യ ലക്ഷ്യമിട്ട് അയച്ച ഡ്രോണുകൾ തകർത്തുവെന്നും ഇന്ത്യ തിരിച്ചടിച്ചുവെന്നുമുള്ള വാർത്തകളും അതിന്റെ വിഷ്വൽസും നമ്മൾ ടി.വിയിൽ കാണുന്നുണ്ടാവും. ആ വിഷ്വൽസ് നിങ്ങൾ ടി.വിയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് താഴെ അല്ലെങ്കിൽ ആ വിഷ്വൽസിന്റെ മുകളിലായിട്ട് ഡെഫേർഡ് വിഷ്വൽ അല്ലെങ്കിൽ ഡെഫേർഡ് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഡെഫേർഡ് വിഷ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്താണ്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന ഈ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിൽ ഡെഫേർഡ് വിഷ്വൽ കാണിക്കുന്നതിന്റെ ഒരു സാങ്കേതികത അല്ലെങ്കിൽ ഒരു സാങ്കത്യം എന്താണെന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ കാണുന്ന വാർത്താ ചാനലുകളിൽ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ലൈവ് വാർത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഡെഫേർഡ് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വീഡിയോ ലൈവ് അല്ല, അത് അല്പം ഡിലേഡ് ആണ്, എന്ന് വെച്ചാൽ അല്പം മുമ്പ് ഷൂട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഡിലേ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലൈവ് വാർത്ത കാണുമ്പോഴാണ് ഈ ഡെഫേർഡ് വിഷ്വൽ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്ന വിഷ്വൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നതല്ല, ഒരല്പം മുമ്പ് നടന്നതാണ് എന്നാണ് ഇത് ലളിതമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. വിഷ്വൽസിലെ ഈ ഡിലേ, അതായത് താമസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാമറയുടെയോ അല്ലെങ്കിൽ ആ സ്റ്റുഡിയോയുടെയോ ഇനി അതുമല്ലെങ്കിൽ അവരുടെ സംപ്രേഷണത്തിലെയോ സാങ്കേതിക പിഴവ് കൊണ്ടല്ല, മറിച്ച് അത് മനഃപൂർവ്വം ചെയ്യുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നാണ് അർത്ഥം. എന്തിനാണ് ലൈവ് ടെലികാസ്റ്റ് നടക്കുമ്പോൾ, ലൈവ് വാർത്ത വായിക്കുമ്പോൾ ഇങ്ങനെ ഡെഫേർഡ് ആയിട്ടുള്ള വിഷ്വൽസ് കാണിക്കുന്നത്? ഇത് ഇന്ത്യയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സാഹചര്യത്തിൽ മാത്രം ചെയ്യുന്നതല്ല. ലോകമൊട്ടുക്കുള്ള മിക്കവാറും വാർത്താ ചാനലുകളും അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്നത് ഇത്തരത്തിൽ ഉള്ള വീഡിയോ ആയിരിക്കും. എന്തെങ്കിലും സെൻസിറ്റീവായ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ മിലിറ്ററി മൂവ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ മിക്കവാറും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നതിന് ഒരു 3-4 കാരണങ്ങൾ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയാണ്. സുരക്ഷ മുൻനിർത്തി ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം മിലിറ്ററി മൂവ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈനിക സംഘം നീങ്ങുന്നതിന്റെയോ ഇനി അതുപോലെ അല്ലെങ്കിൽ ഒരു സൈനിക റെസ്ക്യൂ ഓപ്പറേഷന്റെയോ ഒക്കെ റിയൽ ടൈം വീഡിയോ കാണിക്കുന്നത് ചിലപ്പോൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്, രാജ്യ സുരക്ഷയെ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. റിയൽ ടൈം വിഷ്വൽ കാണിക്കുന്നത് ഒരു പക്ഷേ സൈനിക നീക്കം ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ടെററിസ്റ്റിന് മനസ്സിലാക്കാനും അതുവഴി അത് ചിലപ്പോൾ സുരക്ഷയെ ബാധിക്കാനും ഇടയാക്കിയേക്കാം. ഡെഫേർഡ് വീഡിയോ കാണിക്കുന്നതിന്റെ അഥവാ ലൈവ് സ്ട്രീമിംഗിൽ ലൈവ് ടെലികാസ്റ്റ് നടക്കുമ്പോൾ അതിൽ കാണിക്കുന്ന വിഷ്വൽസ് ഡിലേഡ് വിഷ്വൽസ് അല്ലെങ്കിൽ ഡെഫേർഡ് വിഷ്വൽസ് കാണിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഫാക്ട്സ് അഥവാ വസ്തുതകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം മുഴുവൻ ചുറ്റിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ യുദ്ധമോ അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്കോ പോലെയുള്ള ഒരു കെയോട്ടിക് സിറ്റുവേഷനിൽ, ഒരു സംഭ്രമജനകമായ സ്തോഭജനകമായ അല്ലെങ്കിൽ ഭീതിതമായ സിറ്റുവേഷനിൽ സാഹചര്യത്തിൽ ഫാക്റ്റുകളെക്കാൾ വേഗത്തിൽ അഥവാ സത്യത്തെക്കാൾ വേഗത്തിൽ റൂമേഴ്സ് അഥവാ കിംവദന്തികൾ, നുണക്കഥകൾ, കള്ളപ്രചരണങ്ങൾ പരക്കും. കേൾക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന എല്ലാ വാർത്താ ഫീഡുകളും സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാനും വാർത്തയുടെ ആധികാരികത ഉറപ്പിക്കാനും അതുവഴി തെറ്റായ ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്താതിരിക്കാനും വിഷ്വൽസ് ഡിലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെഫേർഡ് വിഷ്വൽസ് സഹായിക്കും. കിട്ടുന്ന വിഷ്വൽസിൽ വേണ്ട എഡിറ്റിങ്ങുകൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഡിലേഡ് വീഡിയോ അല്ലെങ്കിൽ ഡെഫേർഡ് വീഡിയോ കൊടുക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം. ഒരുപക്ഷെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന്റെയോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെയോ ഒരു ആക്സിഡന്റിന്റെയോ ലൈവ് വിഷ്വൽസ് ഡിലേ ചെയ്യാതെ കാണിക്കുകയാണെങ്കിൽ അതിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന പല കാഴ്ചകളും ഉണ്ടായേക്കാം. മുറിവുകളോ അല്ലെങ്കിൽ രക്തം ഒഴുകുന്നതിന്റെയോ അതുമല്ലെങ്കിൽ ശവശരീരങ്ങളുടെയോ ഒക്കെ കാഴ്ചകൾ ഉണ്ടായേക്കാം. എല്ലാ കാഴ്ചക്കാരെയും ഇത് ഒരുപോലെ ആയിരിക്കില്ല മാനസികമായി ബാധിക്കുന്നത്. വീഡിയോ ഡെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിലേ ചെയ്യുമ്പോൾ എഡിറ്റേഴ്സിന് ഇത്തരം കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് അലോസരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാനസിക നിലയെ ബാധിക്കാവുന്ന ഇത്തരം വിഷ്വൽസ് ഒന്നുകിൽ ബ്ലർ ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാനോ ഉള്ള ഒരു സമയം കിട്ടും. നിയമപ്രശ്നങ്ങളും അതുപോലെ ധാർമ്മികതയുമാണ് വീഡിയോസ് ഡെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നതിനുള്ള നാലാമത്തെ കാരണം. ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് നിയമം അനുസരിച്ച് ചിലതരം വിഷ്വൽസ് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചും അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായാൽ. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അതാത് സമയങ്ങളിൽ മീഡിയകൾക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തുന്നതിനുള്ള ചില ഗൈഡ് ലൈൻസ് കൊടുക്കാറുണ്ട്. ഈ 4 കാരണങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ പെഹൽഗാം അറ്റാക്കിന്റെ തുടർച്ചയായി നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് മീഡിയകൾ ഡെഫേർഡ് വീഡിയോ അല്ലെങ്കിൽ ഡെഫേർഡ് വിഷ്വൽസ്
കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നമ്മുടെ സിവിലിയൻസിനുണ്ടായ കാഷ്വാലിറ്റീസ്. അതിന്റെ തുടർച്ചയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയുമാണ്. മിലിറ്ററി മൂവ്മെന്റ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ നയതന്ത്ര വാണിംഗ് നടപടികൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. ഇത്തരം സെൻസിറ്റീവായ ഒരു സാഹചര്യത്തിൽ ലൈവ് വീഡിയോ പുറത്തുവിടുന്നത് അല്ലെങ്കിൽ അൺഫിൽറ്റേർഡ് വിഷ്വൽസ് കാണിക്കുന്നത് ജനങ്ങളിൽ തെറ്റായ ഇൻഫർമേഷൻസ് എത്താനും അതവരെ കൂടുതൽ പരിഭ്രാന്തിപ്പെടുത്താനും ഇടയാക്കിയേക്കാം. രഹസ്യ സ്വഭാവമുള്ള സൈനിക നീക്കങ്ങൾ ഒരുപക്ഷെ ലീക്ക് ആവാൻ ഇടയാക്കിയേക്കാം. ശത്രുക്കളുടെ കയ്യിൽ ഇത്തരം വീഡിയോ കിട്ടുന്നത് മിസ്യൂസ് ചെയ്യാൻ ഇടയാക്കിയേക്കാം. അതൊരു പക്ഷേ രാജ്യ സുരക്ഷ തന്നെ ബാധിച്ചേക്കാം. ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കാനാണ് വീഡിയോ പലപ്പോഴും ഡിഫർ ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഡിലേ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ സംസാരിക്കുന്ന ഈ വീഡിയോയും ഒരു ഡെഫേർഡ് വീഡിയോ തന്നെയാണ്. ഇത് ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തതാണ്. എനിക്ക് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം, എഡിറ്റ് ചെയ്യാം, എൻഹാൻസ് ചെയ്യാം, വേണ്ട ഗ്രാഫിക്സ് ചേർക്കാം. ഇത്തരം സംഗതികളെല്ലാം ഒരു എഡിറ്റർക്ക് വീഡിയോ ഡെഫർ ചെയ്യുമ്പോൾ അതിൽ ചേർക്കാനുള്ള സാഹചര്യവും സമയവും കിട്ടും. എന്നാൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗിൽ ഇത്തരം ഡെഫർ വീഡിയോ കാണിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. പലപ്പോഴും ഇത്തരം ഡെഫേർഡ് വീഡിയോകൾ 5 മുതൽ 30 സെക്കൻഡ് വരെ ഡിലേ ഉള്ളതുമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ TV-യിൽ വാർത്ത കാണുമ്പോൾ ഒരു വിഷ്വലിൽ ഡെഫേർഡ് വീഡിയോ എന്ന് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമല്ലോ. അതൊരു വെറും ടൈം ഡിലേ മാത്രമല്ല, ഒരു എഡിറ്റോറിയൽ ഡിസ്ക്രിപ്ഷനാണ്, പ്രത്യേകിച്ചും ഇത്തരം വോളറ്റൈൽ സിറ്റുവേഷനിൽ. മാത്രവുമല്ല, തെറ്റായ ഇൻഫർമേഷൻസ് ജനങ്ങൾക്കിടയിൽ പടർത്താതിരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്റെ ധർമ്മവുമാണ്. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.